ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രാക്ടീസിനകത്തും ഇവാലുവേഷൻ ടെക്നിക്കുകൾക്കകത്തൊക്കെ എങ്ങനെയാണ് മനഃശാസ്ത്ര സങ്കല്പങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ നമ്മുടെ ബോധന രീതിശാസ്ത്രത്തെയും കരിക്കുലത്തെയൊക്കെ വളരെ വിപുലമായി സ്വാധീനിച്ചിട്ടുള്ള ഒരു ചിന്താ പദ്ധതിയാണ്, അല്ലെങ്കിൽ സവിശേഷമായിട്ടൊരു പഠന ശാഖയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ എഡ്യൂക്കേഷണൽ ഫിലോസഫിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ഫിലോസഫിയുടെ ഒരു ഡൊമൈനിൽ നിന്ന് ഈ സൈക്കോളജിയുടെ ഒരു ഡൊമൈനിലേക്ക് വിദ്യാഭ്യാസത്തെ സങ്കല്പങ്ങൾ മാറുന്ന ഒരു ഘട്ടം കൂടി ആണിത്. ആ ഒരു അതിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ സാമാന്യമായിട്ട് പ്രധാനപ്പെട്ട ഒരു 8-10 മനഃശാസ്ത്ര വിദ്യാഭ്യാസ മനഃശാസ്ത്ര ചിന്തകരുടെ ആശയങ്ങൾ, അതിൻ്റെ ക്ലാസ് റൂം പ്രയോഗ സാധ്യതകൾ, ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു മുന്നോട്ട് ചില പ്രധാനപ്പെട്ട സങ്കല്പനങ്ങൾ, ചില മാതൃകകൾ, ചില കാര്യങ്ങളാണ് നമ്മളിന്ന് പൊതുവായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്ന, നമുക്കറിയാവുന്നതുപോലെ സൈക്കോളജി എന്ന് പറയുന്ന വിഷയം നമ്മൾ പ്യൂർ സൈക്കോളജി എന്നും പ്രാക്ടിക്കൽ സൈക്കോളജി എന്നും പ്രയുക്ത മനഃശാസ്ത്രം എന്നും കേവല മനഃശാസ്ത്രം എന്നും രണ്ടായി തരംതിരിക്കാറുണ്ട്. അതിനകത്ത് ഒരു മനഃശാസ്ത്രത്തെ മറ്റ് ഡിസിപ്ലിനുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഡൊമൈനുകളിലേക്ക് അപ്ലൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിയുടെ ഭാഗമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പാഠഭാഗങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മുടെ ലേണിംഗ് ടെക്നിക്കുകൾ, ഇവാലുവേഷൻ ടെക്നിക്കുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ എന്തൊക്കെ തരം ബോധന സാമഗ്രികളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, മറ്റ് ഈ ക്ലാസ് റൂമുകളുടെ അകത്തുള്ള കൊഹറൻസ് പോലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ക്ലാസ് റൂമിനകത്ത് പഠന ലേണിംഗ് പ്രോബ്ലംസ്, പഠന പ്രശ്നങ്ങൾ തുടങ്ങിയ, അല്ലെങ്കിൽ പഠന വൈകല്യങ്ങൾ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെയും മനഃശാസ്ത്ര മണ്ഡലത്തിലുണ്ടായിട്ടുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ നിർണ്ണയിക്കുകയും അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പഠന മേഖലയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അധ്യാപനം, പഠനം എന്നിവ കൈകാര്യം ചെയ്യുന്ന ഒരു മനഃശാസ്ത്ര ശാഖയായിട്ടാണ് മനഃശാസ്ത്രത്തിനകത്ത് തന്നെയുള്ളൊരു ശാഖയായിട്ടാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ സ്കിന്നറെ പോലുള്ള ആളുകളൊക്കെ കാണുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ മനഃശാസ്ത്ര മണ്ഡലത്തിലുണ്ടായിട്ടുള്ള സങ്കല്പനങ്ങളെ അല്ലെങ്കിൽ പുതിയ സിദ്ധാന്തങ്ങളെ വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ പഠനത്തിന്റെ മേഖലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന് ഉള്ളത് എന്ന് പറയാം. മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആര് എന്നൊരു ചോദ്യം ചില HSC ലെവലിൽ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. എപ്പോഴും തെറ്റിക്കുന്ന ഒരു ചോദ്യം കൂടി ആയതുകൊണ്ടാണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് എന്നൊരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ, സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ സൈക്കോ അനാലിസിസിന്റെ ഒരു സ്ട്രീമിനെയാണ്, സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പക്ഷെ വില്യം വൂണ്ടാണ് അദ്ദേഹം ചില മോഡലുകളൊക്കെ ആദ്യം തന്നെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വില്യം വൂണ്ടാണ് ഈ പറയുന്ന എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ഒക്കെ ഒരു തുടക്കക്കാരെന്നൊക്കെ പറയാവുന്ന അദ്ദേഹമാണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് എന്നത് ഓർമ്മയുണ്ടാവണം. അതുപോലെ തന്നെ പ്യൂർ ആൻഡ് അപ്ലൈഡ് എന്ന് മനഃശാസ്ത്രത്തെ രണ്ടായി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനകത്ത് ഈ പറയുന്ന പ്രയുക്ത മനഃശാസ്ത്ര മേഖലയിൽ പെടാത്ത ഏത് എന്നാണ് നമ്മുടെ ഈ ചോദ്യം ഉള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രാക്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അപ്ലൈഡ് ആയിട്ടുള്ള സൈക്കോളജിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു. ഇവിടെ സ്വാഭാവികമായിട്ടും സൈക്കോളജിയുടെ തന്നെ ഒരു പഠന മേഖലയായിട്ടുള്ള അതിന്റെ കോർ വിഷയം അല്ലെങ്കിൽ നേരത്തെ പ്യൂർ സൈക്കോളജിയുടെ മേഖലയാണ് ശിശു മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതും അതിന്റെ ആവശ്യം എന്താണ് കാര്യങ്ങളെ കുറിച്ചുള്ള ചില ആമുഖ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ള ഒരു കാര്യം ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ
ഒരു കരിക്കുലത്തിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ ഏറ്റവും ആദ്യം തയ്യാറാക്കുന്നത് ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒരു എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിനകത്ത് ആദ്യം ഉണ്ടാവുന്നത് എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില ഒബ്ജക്റ്റീവ്സുകൾ ഉണ്ടാക്കുന്നത്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ് പക്ഷേ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ദീർഘകാലം പ്രബലമായ, അതായത് 2010 വരെയും നമ്മുടെ മിക്കവാറും രാജ്യങ്ങളിലൊക്കെ പ്രബലമായിരുന്ന ഒബ്ജക്റ്റീവ് ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒബ്ജക്ട് സെന്റേഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എഡ്യൂക്കേഷനാണ്. ഉദ്ദേശ്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഉദ്ദേശ്യാധിഷ്ഠിത ബോധനവുമാണ് നമ്മൾ ഇപ്പോഴാണ് നമ്മൾ ഔട്ട്കം ബേസ്ഡ് എന്നൊക്കെ പറയുന്ന പുതിയ എഡ്യൂക്കേഷനിലേക്ക് ഫലാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഗതി 2018 കൂടിയാണ് ഇന്ത്യയിലൊക്കെ കടന്നു വരുന്നത്. അതുവരെ ഇവിടെ ഉണ്ടായിരുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ ബ്ലൂംസ് ടാക്സോണമിയൊക്കെ ഒരു കോർ കോൺസെപ്റ്റായി കൊണ്ടുവരുന്ന ഈ ഉദ്ദേശ്യാധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. അപ്പൊ അതിനകത്ത് ഈ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പ്രധാനമാണ്. അപ്പൊ അതിനെ നിർണ്ണയിക്കുന്നതിനകത്ത് വിദ്യാഭ്യാസ മനഃശാസ്ത്രന്മാരെ പ്രധാനപ്പെട്ട അതിന്റെ കരിക്കുലം മാത്രമല്ല അതിന്റെ സിലബസ് തയ്യാറാക്കുന്നതിന് അതിനനുസരിച്ച് ഈ ക്ലാസ് റൂം ട്രാൻസാക്ഷന്റെ മേഖലയിൽ വരുമ്പോൾ എന്തൊക്കെ തരം ടീച്ചിങ് എയ്ഡുകൾ അല്ലെങ്കിൽ എന്തൊക്കെ തരം ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസസ് ആണ് നമ്മളവിടെ ചെയ്യേണ്ടത്, പഠന ബോധന രീതികൾ എന്തൊക്കെ നമ്മൾ അവലംബിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നോ യുവർ ചൈൽഡ് അല്ലെങ്കിൽ നോ യുവർ സ്റ്റുഡന്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ കുട്ടിയെ അറിയുക, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ സ്വഭാവം, ഓരോ കുട്ടിയുടെയും സ്വഭാവം വ്യത്യസ്തമാണ്. ആ കുട്ടിയുടെ പ്രകൃതം മനസ്സിലാക്കി അതിന് ആവശ്യമായ, കുട്ടിക്കാണെങ്കിൽ അയാൾക്ക് ആവശ്യമായിട്ടുള്ള അഡാപ്റ്റീവ് ലേണിങ്ങിന്റെ അയാളുടെ പേസ് അനുസരിച്ചിട്ട് അയാളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉള്ള ഒരു പഠന ബോധന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു കുട്ടിയുടെ ഒരു മാനസിക ഘടന അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അല്ലെങ്കിൽ ആ കുട്ടിയുടെ അവബോധം എന്താണ് എന്നുള്ളതും ആ കുട്ടിയുടെ അഭിഭാവം എന്താണ് എന്നുള്ളതും ആ വിഷയത്തോടുള്ള താല്പര്യം എന്താണ് എന്നുള്ളതും ആ കുട്ടി എന്തുമാത്രം മോട്ടിവേറ്റഡ് ആണ് എന്നുള്ള ഇങ്ങനെയുള്ള ഒരു അഭിപ്രേരണ എന്തുമാത്രമുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യവും അറിയുക എന്ന് പറഞ്ഞാൽ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ഒരു സോഷ്യൽ സ്ട്രക്ചറാണ് ക്ലാസ്സിൽ ഉള്ളത് എന്നുള്ളത് തന്നെ. അവിടെ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ഫീൽഡാണ് ക്ലാസ് റൂം എന്നുള്ളത് പോലെ അത് ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട പല സ്ലോ ലേണർ അതുപോലെ തന്നെ ഫാസ്റ്റ് ലേണർ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാവാം, പലതരം ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ് റൂമിന്റെ അകത്തുള്ള പലതരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മനഃശാസ്ത്രം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നും പറയുന്നത്. അങ്ങനെ ആ അർത്ഥത്തിൽ ഒരു ടീച്ചർക്ക് ഈ പറയുന്ന അയാളുടെ അല്ലെങ്കിൽ അവളുടെ പ്രൊഫഷനകത്ത് കുറെ കൂടെ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാനും അതോടൊപ്പം തന്നെ തന്റെ അധ്യാപന നൈപുണ്യം ടീച്ചിങ് സ്കിൽസ് ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ, ഒരു ക്ലാസ് റൂമിന്റെ പ്രാക്ടീസിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കുന്നതിനും വേണ്ടി വിദ്യാഭ്യാസ മനഃശാസ്ത്രം അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ പക്ഷേ BEdലൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ചില ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് വരുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ടൂൾസ് ഓഫ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പലതരത്തിലുള്ള ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ പറയുന്ന കുട്ടിയെ അറിയുന്നതിന് വേണ്ടി അയാളുടെ പഠന നിലവാരം, അയാളുടെ ഈ പറയുന്ന സ്റ്റാറ്റസ് എന്താണ്, അയാളുടെ അവിടുത്തെ ലേണിംഗ് എൻവയോൺമെന്റ് ആണ്, അയാളുടെ പിയർ ഗ്രൂപ്പിങ്ങിന്റെ സ്വഭാവം എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി നമ്മൾ പലതരം ടെസ്റ്റുകൾ നടത്താറുണ്ട്. 15ഓളം വ്യത്യസ്തമായ ടെസ്റ്റുകൾ വ്യത്യസ്ത വിദ്യാഭ്യാസ വിചക്ഷണന്മാർ തയ്യാറാക്കിയ ടെസ്റ്റുകളാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകുന്നില്ല. ജസ്റ്റ് ഇതൊക്കെ എന്താണെന്നൊന്ന് നിങ്ങൾ ഓടിച്ചൊന്ന് വായിച്ചു നോക്കണം. ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക, റേറ്റിംഗ് സ്കെയിൽ തയ്യാറാക്കുക, ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഇവാലുവേഷൻ ടെക്നിക്കുകളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫീഡ്ബാക്ക് ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റുകളൊക്കെ നൽകി കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മൾ റിവ്യൂ റേറ്റിംഗ് കൊടുക്കുക തുടങ്ങിയ രീതിയിൽ, അതുപോലെ തന്നെ ഒരു വലിയ ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടത് അതിനകത്ത് ടിക്ക് ചെയ്യുന്നതിന് ചെക്ക് ലിസ്റ്റുകൾ തയ്യാറാക്കി എത്രത്തോളമായി എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായി, അത് ഏത് ലെവലിൽ മനസ്സിലായി, എന്തൊക്കെയാണ് മെച്ചപ്പെടുത്തുന്നത്, ടിക്ക് ചെയ്യുന്ന രീതിയിൽ ചെക്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുക. സ്ട്രക്ചേർഡും അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡുമായിട്ടുള്ള ചോദ്യാവലികൾ, ക്വസ്റ്റ്യനറുകൾ കൊടുത്തുകൊണ്ട് അത് ആൻസർ ചെയ്യിക്കുക, അത്തരം ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ചില സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ, പല പ്രസിദ്ധമായ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉണ്ട്. അങ്ങനെയുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ തയ്യാറാക്കുക. സോഷ്യോമെട്രി എന്നൊക്കെ പറയുന്ന പലതരം ഒരാളുടെ മൊത്തം സാമൂഹിക ജീവിതത്തെ സംബന്ധിച്ച് അതിന്റെ റിഫ്ലക്ഷൻസ് എന്തൊക്കെയാണ് എന്ന് മറ്റുള്ളവരിൽ നിന്ന് അറിയുക, അയാളുടെ ഒരു സോഷ്യൽ ബിഹേവിയർ എന്താണ്, അയാളെ കുറിച്ചുള്ള താല്പര്യങ്ങളാണ്, ഒരാൾക്ക് ആരോടൊക്കെ ഇഷ്ടങ്ങളുണ്ട്, ആരോടൊക്കെ താല്പര്യങ്ങളുണ്ട് തുടങ്ങിയ പലതരം, അല്ലെങ്കിൽ ഇഷ്ടക്കേടുകൾ തുടങ്ങിയ പല കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി ഈ സോഷ്യോമെട്രി പോലുള്ള ഒരു ഇൻട്രോസെപ്ഷൻ കുറച്ചുകൂടെ പഴയ ഒരു രീതിയാണ്. അങ്ങനെയുള്ള പല
തന്ത്രങ്ങൾ ഈ പറയുന്നത് പോലെ മനഃശാസ്ത്ര പഠന ഉപാധികളായിട്ട് സർവേ മെത്തേഡ് ഉണ്ട്, ഇന്റർവ്യൂ മെത്തേഡ് ഉണ്ട്, എക്സ്പെരിമെന്റൽ മെത്തേഡ് പരീക്ഷണ രീതി ആദ്യമായിട്ട് കൊണ്ടുവന്നയാള് ഇതിനെ കുറിച്ച് നേരത്തെ പറയണ്ടായി, ക്ലിനിക്കൽ മെത്തേഡ് വളരെ സീരിയസ് ആയിട്ടുള്ള ഈ പറയുന്ന ലേണിംഗ് പ്രോബ്ലം ചൈൽഡ് അങ്ങനെയുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള അങ്ങനെയുള്ള പഠന വൈകല്യങ്ങളുള്ളവർക്ക് ക്ലിനിക്കൽ മെത്തേഡുകൾ നമ്മൾ പറയാറുണ്ട്. സാമൂഹ്യ ബന്ധ പരിശോധനകൾ സോഷ്യോമെട്രിക് ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞു. ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്കാഡമിക് റിസർച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആക്ഷൻ റിസർച്ചിന്റെ പ്രത്യേകത അതിനൊരു ഗൈഡ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ സ്വന്തം ക്ലാസ് റൂം സാഹചര്യത്തിനകത്ത് ആ ക്ലാസ് റൂമിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചില പ്രശ്നങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ആ പ്രശ്നത്തെ നിർദ്ധാരണത്തിന് വേണ്ടി നമ്മൾ ചില വഴികൾ ആലോചിച്ച് അതിനെ കുറച്ച് ഡാറ്റകൾ കളക്ട് ചെയ്ത് അതിന്റെ അനലൈസ് ചെയ്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്ന ഗവേഷണത്തിന്റെ അതേ പ്രക്രിയ ഒരു റിയൽ ടൈം എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് ടീച്ചർ തന്റെ ക്ലാസ്സിനെ പഠിക്കാൻ, ആ ക്ലാസ്സിലെ പ്രശ്നങ്ങൾ എന്താണ്, ഒരു കുട്ടിയുടെ ലേണിംഗ് ഇഷ്യൂ എന്താണെന്നൊക്കെ പഠിക്കുന്ന തരത്തിലുള്ള ആക്ഷൻ റിസർച്ച് അതും ഈ പറയുന്ന മനഃശാസ്ത്ര പഠന ഉപാധിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചാണെങ്കിൽ ആ കുട്ടിയുടെ മുഴുവൻ ട്രാക്ക് റെക്കോർഡ് നിങ്ങളുടെ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിലൊക്കെ ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റികളാണ് ചെയ്യുന്ന ഓരോ സമയം, എത്ര സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര ട്രയൽ ആൻഡ് എററിലൂടെയാണ് നിങ്ങൾ ഒരു ക്വിസ് നടത്തുന്നത് എന്ന രീതിയിലൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും ലേണിംഗ് ട്രാക്കുകൾ വേറെ റെക്കോർഡ് ചെയ്യുക എന്നൊക്കെ പറയുന്ന രീതികളുണ്ട് പുതിയ ടെക്നോളജിയിൽ, എഡ്യൂക്കേഷണൽ ടെക്നോളജിയിലൊക്കെ അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളുടെ മുഴുവൻ കുമുലേറ്റീവ് റെക്കോർഡുകൾ നമുക്കൊന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഒരു ടീച്ചർ ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പ്രത്യേക റെക്കോർഡുകൾ ഉണ്ടാക്കുകയും അയാളുടെ മൊത്തം വളർച്ച പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ക്യുമുലേറ്റീവ് റെക്കോർഡുകൾ ചെയ്യാൻ പറ്റും. പ്രൊജക്ഷൻ മെത്തേഡ്സ് വളരെ എന്താ പറയുക പോപ്പുലർ ആയിട്ട് പലതരം രീതികളുണ്ട്. കുട്ടികൾക്കകത്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓരോ വ്യക്തികളുടെയും ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഭാവനയെ ഒക്കെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള ഈ മഷിയൊക്കെ മറ്റേ പെരട്ടി മടക്കിയല്ല പ്രത്യേക ഷേപ്പുകളിലൊക്കെ ആക്കിയിട്ട് അല്ലെ അത്തരം ടെസ്റ്റുകൾ നമ്മൾ നടത്താറുണ്ട്. അല്ലെങ്കിൽ ചില ഈ പറയുന്ന അബ്സ്ട്രാക്ട് ഇമേജുകൾ വെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ചില രീതികളാണ്. അങ്ങനെ പലതരത്തിലുള്ള പ്രൊജക്ഷൻ ടെക്നിക്കുകൾ നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ ഈ അനുഷംഗികമായിട്ടൊക്കെ പറയുന്ന ചില സംഗതികൾ രേഖപ്പെടുത്തിക്കൊണ്ട് അനക്ഡോട്ടൽ റെക്കോർഡ്സുകൾ ഉണ്ടാവാറുണ്ട്. ഒരൊറ്റയാളെ മാത്രം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ മാത്രം എടുത്തുകൊണ്ട് ക്ലാസ് റൂം പ്രശ്നമാവും അതിനെ മാത്രം എടുത്തുകൊണ്ട് സമഗ്രമായി പഠിക്കുന്ന കേസ് സ്റ്റഡീസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ടൂൾസ് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിനുള്ള, അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലേണറെ നോ ദ ലേണർ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ലേണർ അറിയുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട, അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ടീച്ചിങ് ഡിസൈൻ നമ്മൾ ഉണ്ടാക്കേണ്ടത്, ലെസൺ പ്ലാനിങ് നമ്മൾ നടത്തേണ്ടതാണ്. അപ്പൊ ആ ലേണർ അറിയുക എന്നതിന് വേണ്ടി പല പല തന്ത്രങ്ങൾ മനഃശാസ്ത്രകാരന്മാർ വികസിപ്പിച്ചെടുത്ത തന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ചില സാമാന്യമായ ധാരണകൾ ഉണ്ടാവണം. ഏതെങ്കിലും ഒരു പ്രത്യേക ടെസ്റ്റ് ഏതിനകത്ത് പെട്ടതാണെന്നും അത് എന്തറിയുന്നതിന് വേണ്ടിയാണെന്നും ഒരു ക്ലാസ് റൂമിനകത്ത് ചില പ്രത്യേക സിറ്റുവേഷനകത്ത് ഏത് ടെസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയ ചില ചോദ്യങ്ങളാണ് ആ മേഖലയിൽ നിന്ന് വരാനുള്ള സാധ്യതയുള്ള അത്. ഓക്കെ, കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഏരിയ മുഴുവൻ കവർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് നേരത്തിലാണ് നമ്മൾ പോകുന്നത്. ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഏറ്റവും അനുയോജ്യമായ രീതി എന്താണ് എന്നുള്ളതാണ് നമ്മൾ അതിന്റെ ഉത്തരം നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ പറയേണ്ടതല്ലേ. നമുക്ക് ഒരു കുട്ടിയെ മാത്രം എടുത്തുകൊണ്ടാണെങ്കിൽ കേസ് സ്റ്റഡിയാണ്. സർവേ എന്നൊക്കെ പറയുന്നത് വളരെ ദൂരെയുള്ള ആളുകളിൽ നമുക്ക് നടത്താൻ കഴിയാവുന്നതും വളരെ ഫോർമലായി നമുക്ക് നടത്താൻ കഴിയാവുന്ന സംഗതിയാണ്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ മാറി നിന്ന് പ്രത്യക്ഷവും പരോക്ഷവുമായ നിരീക്ഷണങ്ങളുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ആ നിരീക്ഷണങ്ങൾക്ക് പരിമിതിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രത്യേക ഒരു ഇഷ്യൂവിനെ ആകുമ്പോൾ ആ ഇഷ്യൂവിനെ മാത്രം അഡ്രസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഈ ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗമായിട്ട് നമുക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഒരൊറ്റയാളെ എടുത്ത് പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. ഒരു കുട്ടിക്ക് ഒരു പ്രത്യേക പ്രശ്നമുണ്ട്. ആ കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാവാം, മറ്റേതെങ്കിലും ഒക്കെ ഉള്ള നമ്മൾ പറയുന്ന MR അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ള കുട്ടികളാവാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ആളെ പ്രത്യേകം എടുത്ത് പഠിക്കുന്ന ഒരു രീതിക്ക് പറയുന്ന പേരെന്താണ് എന്നുള്ള പലതരം മെത്തേഡുകൾ ഇവിടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ അതിന്റെ ഉത്തരവും പറഞ്ഞു കഴിഞ്ഞു. കേസ് സ്റ്റഡിയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. ഓക്കെ,
നേരത്തെ ഞാൻ പ്രൊജക്ഷൻ ടെക്നിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ടെക്നിക്കുകളൊക്കെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ റോഷ ഇൻബ്ലോട്ട് ടെസ്റ്റ്, മഷ്യൂർ പരീക്ഷയെ കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഞാൻ പോകുന്നില്ല. അപ്പൊ അതെല്ലാം ഈ പറയുന്നത് പോലെ ഒരാൾക്ക് അകത്തുള്ള അയാളുടെ ഭാവനയെ അല്ലെങ്കിൽ അയാളുടെ സങ്കീർണമായ മാനസിക ഘടനയെ ഒക്കെ നമുക്ക് ഒരു മനഃശാസ്ത്രകാരനെ വിശകലനം ചെയ്യാൻ സഹായിക്കുന്ന ചില ടെസ്റ്റുകളായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രക്ഷേപണ രീതിയിൽ പെട്ട രണ്ടെണ്ണം എന്ന് പറയുന്നത് എയും ബിയുമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ചിലപ്പോൾ ഒരു ചോദ്യം ഒക്കെ ആ മേഖലയിൽ നിന്ന് വരാം എന്ന് മാത്രം. നിങ്ങളുടെ ലേണറെ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ടെക്നിക്കാണ്, ഒരു പ്രത്യേക ഒരു ലേണിംഗ് എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനകത്ത് നിങ്ങൾ എന്ത് ടെക്നിക്കാണ്, എന്ത് ടൂളാണ് നിങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് ആ മേഖലയിൽ നിന്ന്. ഓക്കെ, നമുക്ക് മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ചില സൈദ്ധാന്തികരെയും മറ്റൊക്കെ ഒന്ന് പരിചയപ്പെടാം. മനഃശാസ്ത്രത്തിന്റെ പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു ആദ്യ ഘട്ടം എന്ന് പറയുന്നത് വളരെ വൈകായിട്ടുള്ള ചില ആശയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തത്വചിന്തയുടെ അല്ലെങ്കിൽ ഐഡിയലിസത്തിന്റെ ഒക്കെ ഒരു സ്പേസ് ആയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തെ കണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ഇൻസ്ട്രക്ഷനിസം പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന ഉപനിഷത്ത് എന്നൊക്കെ പറയുന്ന അത്ര സങ്കല്പം പോലെ എല്ലാ വിവരങ്ങളും നിറഞ്ഞ ഒരു അധ്യാപകനും ഈ പറയുന്ന ഒരു ആദർശ വിദ്യാർത്ഥിയും എന്നൊക്കെ പറയുന്ന ചില ബന്ധങ്ങളാണ് വിദ്യാഭ്യാസത്തിന്റെ കാഴ്ചപ്പാടിൽ തന്നെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന കുട്ടികൾക്കൊക്കെ വ്യക്തിത്വം ഉണ്ടെന്നും കുട്ടികളൊക്കെ വേറെ വേറെയാണെന്നൊക്കെയുള്ള ആശയങ്ങൾ ഉണ്ടാവുന്നതോടുകൂടിയാണ് മനഃശാസ്ത്രത്തിന്റെ ഒരു അന്വേഷണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോഴാണ് ക്ലാസ് റൂം ഒരു ഘടനയാണ് എന്ന് പറയുന്നത്. അപ്പൊ ഘടനാവാദമൊക്കെ ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിനകത്ത് ഘടനാവാദം സ്വാഭാവികമായിട്ടും എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ആദ്യത്തെ ഒരു ചലനം ഉണ്ടാക്കുന്നത് വില്യം ബൂണ്ടിന്റെ ആയിട്ടുള്ള എഡ്വേർഡ് ടിച്ച്നർ എന്ന് പറയുന്നയാളാണ്. അദ്ദേഹമാണ് ഈ മനസ്സിനെ നമ്മളിങ്ങനെ ഇന്റർസെക്ട് ചെയ്തുകൊണ്ട് പല 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 കഷ്ണങ്ങളാക്കി മുറിക്കാം എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സിന്റെ ഘടനയെ നമുക്ക് മറ്റ് പല സംഗതികളെയൊക്കെ ഈ പറയുന്ന നമ്മളൊരു ഒരു എന്താ പറയാ മോളിക്യൂളിനെയൊക്കെ നമുക്ക് വിഭജിച്ചുകൊണ്ട് അങ്ങനെ ആറ്റമൊക്കെ ആക്കി മാറ്റുന്നത് പോലെ നമുക്ക് മുറിച്ചെടുത്ത് മനസ്സിനെ മനസ്സിലാക്കാം എന്ന് പറയുന്ന ഇപ്പൊ മനസ്സിനെ ഇഴപിരിച്ചുകൊണ്ട് അതിന്റെ ഈ പറയുന്ന സംവേദന മണ്ഡലം, ആശയമണ്ഡലം, വൈകാരിക മണ്ഡലം എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഓരോരോ ഘടകങ്ങളെയും ഇഴപിരിച്ചെടുക്കാൻ കഴിയും എന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചത്. അങ്ങനെ ഘടകങ്ങളെ വേർതിരിച്ച് അറിഞ്ഞുകൊണ്ട് ലേണറെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു തരം എന്താ പറയാ നമ്മള് അന്തർദർശനം എന്നൊക്കെ പറയാവുന്ന ഒരു ആശയമാണ് ഇവര് ഘടനാവാദം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ മനസ്സിലങ്ങനെ വളരെ മൂർത്തമായൊരു ഘടനയുണ്ട് എന്ന് പറയുന്ന ഒരു ആശയത്തെ തന്നെ അതിന്റെ തൊട്ട് പിറകെയുള്ള കടന്നു വരുന്ന ഫങ്ഷണലിസ്റ്റുകളെ പോലുള്ള ആളുകൾ, വില്യം ജെയിംസിനെ പോലെയുള്ള ഫങ്ഷണലിസ്റ്റുകൾ അതിനെ ഫങ്ഷണൽ സൈക്കോളജിയുടെ മണ്ഡലത്തിൽ അതിനെ എതിർക്കുകയുണ്ടായി. ധർമ്മവാദം അല്ലെങ്കിൽ നിർവഹണ മനഃശാസ്ത്രം എന്നൊക്കെ വിളിക്കുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പിന്നീട് നമുക്കൊന്ന് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അതിനകത്ത് വില്യം ജെയിംസ് ആണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അഡാപ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ എന്താ പറയാ പലതരം ധർമ്മങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് എന്നും അതുകൊണ്ട് തന്നെ എപ്പോഴും പലതരം കണ്ടീഷനിങ്ങുകളിലേക്ക് ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ ജീവിയും ഇങ്ങനെ എന്താ പറയാ അവന്റെ ജീവിതകാലം മുഴുവൻ ഈ പറയുന്നത് പോലെ സ്വന്തം പരിസരവുമായിട്ട് ഇഴുകിച്ചേരാനുള്ള ഒരു ശ്രമമാണ് എന്നും ആ ശ്രമത്തിനെ ത്വരിതപ്പെടുത്തുന്നതാണ് വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം പലതരം അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ടെക്നിക്കുകൾ അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് ആണ് ഈ പറയുന്ന പലതരം ഫങ്ഷൻസ്, അതായത് പല പല പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു അറിയാത്തത്, അതുപോലെ തന്നെ ആ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കുള്ള ചില പ്രേരണകൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഇടപെടൽ താല്പര്യങ്ങൾ ഉണ്ടാവുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ ഈ അഡാപ്റ്റിംഗ് ടു ദ എൻവയോൺമെന്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ്. നിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ജോൺ ഡ്യൂയി തന്നെ നമ്മൾ ജോൺ ഡ്യൂയിയെ കുറിച്ച് പറയണ്ടായി. അദ്ദേഹം ഒരു ഫങ്ഷണലിസ്റ്റ് ആയിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഒരു പ്രശ്നത്തിനകത്ത് തന്നെ
അതിനകത്ത് എന്താ പറയാ, അത് പരിഹരിക്കപ്പെടുന്ന ഒരു ആശയം ഈ പറഞ്ഞതുപോലെ രൂപപ്പെട്ടു വരും എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ ആശയവും ഇതിനോട് കണക്ട് ചെയ്തിട്ട് പറയാറുണ്ട്. പക്ഷെ സൈക്കോളജിയിൽ അത്ര പ്രബലമായ സ്കൂളുകളൊന്നുമില്ല. ഇത് സൈക്കോളജിയിൽ ഏറ്റവും പ്രധാനമായിട്ടും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് 2 സ്കൂളുകളാണ് പിൽക്കാലത്ത് ഉണ്ടാകുന്നത്. ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്നവരെ ബിഹേവിയറൽ സൈക്കോളജിയുടെ ഭാഗമായിട്ടും പിന്നീട് കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഭാഗമായിട്ട് ഈ 2 സൈക്കോളജിയുടെ അല്ലെങ്കിൽ മനഃശാസ്ത്ര ധാരകളാണ് നമ്മൾ എന്താ പറയാ ചേഷ്ടാവാദം എന്നൊക്കെ വിളിക്കുന്ന ബിഹേവിയറിസത്തിന്റെ ഒരു സ്കൂൾ, ആദ്യകാല സ്കൂളുകളുണ്ട്. ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ വിദ്യാഭ്യാസത്തെയൊക്കെ സ്വാധീനിച്ചിരുന്ന ഒരു സ്കൂളായിരുന്നത്. അതിനെ തകർത്തുകൊണ്ടാണ് പിന്നീട് കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ മണ്ഡലം വികസിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ആ ഒരു മേഖലയിലേക്ക് വ്യാവഹാരിക സിദ്ധാന്തങ്ങൾ, ബിഹേവിയറിസത്തിന്റെ ഒരു വലിയ എന്താ പറയാ പ്രബലത നമ്മുടെ ആദ്യകാല വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തുള്ള ചില പ്രധാനപ്പെട്ട ആദ്യകാല ആശയങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഈ മേഖലയിൽ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പാവ്ലോവാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആശയം അല്ലെ. അതുപോലെ തന്നെ ട്രയൽ എന്ന് പറയുന്ന എന്ന രീതിയിലുള്ള തൊണ്ടൈക്കിന്റെ ചില ഇവിടേക്ക് ഓരോ പരീക്ഷണങ്ങളുണ്ട്. പൗലോവിന്റെയും തൊണ്ടൈക്കിന്റെയും അതുപോലെ സ്കിന്നറിന്റെയും ഒക്കെ പരീക്ഷണങ്ങളെ കുറിച്ച് നമുക്കറിയാം അല്ലെ. പട്ടിയെയും അതുപോലെ പൂച്ചയെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, എലിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ, ആ പരീക്ഷണങ്ങളിലൂടെ അവർ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന സിദ്ധാന്തങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ ഇതിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഇതിന്റെ തുടർച്ചയിലാണ് ജോൺ ബി വാട്സൺ ചേഷ്ടാവാദം എന്ന് പറയുന്ന ഒരു സാധനം എഡ്യൂക്കേഷന്റെ മേഖലയ്ക്കകത്ത്, എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ മേഖലയ്ക്കകത്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഈ സിദ്ധാന്തങ്ങൾ ജസ്റ്റ് ഒന്ന് കൂടി ചെന്ന് പരിചയപ്പെടാം. ഈ വേഗം പിന്നീട് തള്ളിപ്പോയ സിദ്ധാന്തങ്ങളാണെങ്കിൽ കൂടി നമ്മൾ പല മേഖലകളിലും ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂം മാനേജ്മെന്റുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ പറയുന്ന പൗലോവിന്റെയും മറ്റൊക്കെ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദക പ്രതികരണം എന്ന് പറയുന്ന സ്റ്റിമുലൈ റെസ്പോൺസ് എന്ന് പറയുന്നതിന്റെ ഒരു കണക്ഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന പ്രതികരണങ്ങളെയും സ്റ്റിമുലുകളെയും തെറ്റായി കണക്ട് ചെയ്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. പൗരാണികാനുബന്ധനം എന്നൊക്കെയാണ് മലയാളത്തിൽ അത് തർജ്ജമ ചെയ്ത് കാണുന്നത്. അവർക്കൊക്കെ എന്തൊരു തരം വാക്കാണ്. പക്ഷെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച പല വാക്കുകൾ അങ്ങനെയുള്ള വിചിത്രമായ വാക്കുകളായിരുന്നു. അത് എഡ്യൂക്കേഷന്റെ മേഖലയിൽ മലയാളത്തിൽ നേരത്തെ വന്ന പുസ്തകങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ടേമുകളാണ് ഉപയോഗിക്കുന്നത്. ആ ടേമുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്, നിങ്ങൾക്ക് തരാമില്ലെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ മലയാളം കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാവാനുള്ള, കാരണം അതൊരു മലയാളമല്ലാത്ത പ്രയോഗമായതുകൊണ്ട് അതിനുള്ള കഴിഞ്ഞ ചില പരീക്ഷകൾ കഴിച്ചുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ടേമുകൾ നമ്മളൊന്ന് നേരത്തെ പരിചയപ്പെടുന്നില്ല. ചോദ്യം മനസ്സിലാവാത്ത പ്രശ്നം, ഉത്തരം നമുക്കറിയാമെങ്കിൽ ചോദ്യം മനസ്സിലാവുക എന്നുള്ള പ്രശ്നം വരും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു എന്താ പറയാ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലൈ എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് ഒരു ചോദകം സ്വാഭാവികമായ ഒരു പ്രതികരണം ഉണ്ടാക്കുക എന്ന് പറയുന്ന സാധനം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ചെയ്തതുപോലെ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ നമുക്ക് ഉമിനീരുണ്ടാവും എന്ന് പറയുന്ന സാധനം. അതൊരു സ്വാഭാവികമായ ഒരു സംഗതിയാണ്. അപ്പൊ ഒരു സ്വാഭാവികമായ ചോദകവും സ്വാഭാവികമായ പ്രതികരണവും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു സ്വാഭാവികമായ ചോദകം സ്വാഭാവികമായ പ്രതികരണത്തെ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അത് നിരന്തരമായി ചെയ്യുക എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ വേറൊരു കാര്യത്തെ സ്റ്റിമുലൈ അതിനകത്ത് കണക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ്. അല്ലെ, അതിനെയാണ് നമ്മൾ ഈ എന്താ പറയാ കണ്ടീഷൻ സ്റ്റിമുലൈ എന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പൊ ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ബെല്ലടിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. അപ്പൊ അത് അതിനെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന എന്താ പറയാ ഒരു അനുബന്ധിത ചോദകത്തെ കൂടി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അനുബന്ധിത പ്രതികരണം, ഈ ഭക്ഷണമില്ലെങ്കിൽ കൂടിയും ഈ പറയുന്ന കണ്ടീഷണൽ റെസ്പോൺസ് നമ്മുടെ സാധനം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എന്താ പറയാ മണിയൊച്ച കേൾക്കുമ്പോൾ ഉമിനീരുണ്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യം. ഈ രീതിയിൽ ഈ ചോദക പ്രതികരണ ബന്ധങ്ങളുടെ സ്വാഭാവികതയ്ക്കകത്ത് പുതിയ ചോദകങ്ങളെയും പുതിയ പ്രതികരണങ്ങളെയും ഉണ്ടാക്കിക്കൊണ്ട് ഒരാളുടെ ജ്ഞാനഘടനയ്ക്കകത്ത് മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ഒരാശയം എന്നത്. സ്വാഭാവികമല്ലാത്തൊരു ചോദകത്തെ സ്വാഭാവികമായ ഒരു ചോദകവുമായി നിരന്തരം ബന്ധിപ്പിച്ചുകൊണ്ട് എന്താ പറയുക സവിശേഷമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. പരസ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ചില തന്ത്രങ്ങളും ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ വളരെ കൃത്യമായി കണക്ട് ചെയ്യപ്പെട്ട കൾച്ചറിലോ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിൽ കണക്ട് ചെയ്ത ചില സാധനങ്ങളിലേക്ക് ചില പ്രത്യേക പ്രോഡക്റ്റുകളെ പെട്ടെന്ന് കണക്ട് ചെയ്തുകൊണ്ട്
ആ പ്രോഡക്റ്റുകൾ നമ്മുടെ അതിനെ സ്വാഭാവികമാക്കി മാറ്റുന്നത് പരസ്യ സ്ത്രീയിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ്. വിദ്യാഭ്യാസത്തിലും ആ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയാവുന്നത്. ഉണ്ടേക്കിന്റെ പരീക്ഷണവും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആ പസിൽ ബോക്സിന്റെ കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില പ്രത്യേക സമയത്ത് ഇവയെ തമ്മിൽ പരസ്പരം എന്താ പറയാ നിരന്തരമായി പരിശീലനം നടത്തിക്കൊണ്ട് ഈ ഘടകങ്ങളെ ചേർത്തുകൊണ്ട് ആ ഘടനയെ മനസ്സിലാക്കിയെടുക്കുന്നത് ട്രയൽ ആൻഡ് എററിലൂടെയാണ്. പരസ്പരം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് കണക്ട് ചെയ്തുകൊണ്ട് സ്വന്തം വഴി കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ഇതിനെ 3 സ്ഥാനത്തെയും കണക്ട് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞൊരു വഴി പഠിച്ചത് വീഴ്ത്തുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂടിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയുകയോ ഒക്കെ ചെയ്യുന്ന ആ രീതിയിലുള്ള ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്ന ഒരു പഠന നിയമമാണ് പ്രധാനമായിട്ടും ഈ ശ്രമപരാജയ പഠനം, ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ. അപ്പൊ അതിനകത്ത് ലോ ഓഫ് എഫക്റ്റ് ഉണ്ട്, ലോ ഓഫ് എക്സസൈസ് ഉണ്ട്, ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ ആവർത്തനവും പരിശീലനവും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ കേട്ടെഴുത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന നിരന്തരമായ ആവർത്തനം, കോപ്പിയെഴുത്ത്, ഇത്തരം ചില കാര്യങ്ങളൊക്കെ അടിസ്ഥാനമായിട്ടാണ് മെമ്മറിയൊക്കെ ബന്ധപ്പെട്ട് മെമ്മറിയെ ഷാർപ്പൺ ചെയ്യാനുള്ള തന്ത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ അതിന് ചില ഫലങ്ങളുണ്ട്, നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടുകളിലേക്ക് നല്ല പ്രതികരണം കൊടുക്കുക, നല്ല അപ്രീസിയേഷൻസ് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ എപ്പോഴാണോ നമ്മളൊരു പഠനത്തിന് സന്നദ്ധമാകുന്നത് ആ സമയത്ത് മാത്രമാണ് പഠനം ഫലപ്രദമാകും തുടങ്ങിയ സന്നദ്ധ നിയമങ്ങളുടെ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു നിരന്തരമായ പരിശീലനവും ആവർത്തനവും കൊണ്ടുള്ള ഒരു തരം ഈ പറയുന്ന ബിഹേവിയർ മാത്രമാണ് ഇതിനകത്തുള്ളത് എന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളുടെ പൊതുവായ ഒരു പരിമിതി എന്ന് പറയുന്നത്. എന്നാൽ പഠനത്തിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട് തുടങ്ങിയ ചില ആശയങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഒരു തുടർച്ചയിൽ തന്നെയാണ് ഈ പറയുന്ന ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന സ്കിന്നറുടെ ഒരു ആശയവും ഉള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എന്താ പറയാ ഒന്നിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ ഒന്നിന് കിട്ടുന്ന ഒരു സാധനം എന്ന് നിരന്തരമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് പിന്നീടുള്ള അതിന്റെ വ്യവഹാരങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. നല്ല റെസ്പോൺസുകൾ ഉണ്ടാവുകയാണ്, വീണ്ടും അതിലേക്കുള്ള വഴി ഉണ്ടാവുന്നു. മോശം റെസ്പോൺസുകൾ ആണ് ലഭിക്കുന്നെങ്കിൽ അത് ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ നമ്മൾ ശരിയായ സാധനങ്ങളെയൊക്കെ അല്ലെങ്കിൽ ശരിയായ എബിലിറ്റികളെയൊക്കെ നല്ല റെസ്പോൺസോട് കൂടി തന്നെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ശരിയായ പ്രവർത്തനങ്ങൾ നിരന്തരമായി ചെയ്യാനുള്ള ഒരു പ്രേരണ കുട്ടിക്കുണ്ടാവുന്നു തുടങ്ങിയ ആ റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പ്രബലനം എന്ന് പറയുന്ന ഒരു വ്യവഹാരത്തെ നിരന്തരമായി ആവർത്തിക്കാൻ സഹായിക്കുന്ന തലം എന്താ പറയാ ഏതെങ്കിലും തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിരന്തരമായിട്ട് അത് ചെയ്യുന്നു എന്ന് പറയുന്ന അല്ലെ. നമ്മൾ പറഞ്ഞ ബാഡ്ജ് കൊടുക്കുക, സ്റ്റാർ കൊടുക്കുക, എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു വരുത്തി പ്രശംസിക്കുക അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള ചില ഗുഡ് എഴുതി കൊടുക്കുക തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ ഈ പ്രബലനത്തിന്റെ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പണിഷ്മെന്റിന്റെ രീതിയുണ്ട്. അതുപോലെ തന്നെ ഈ നെഗറ്റീവായിട്ടുള്ള ഒരു ചെയ്യരുതെന്നോ മറ്റു ചെയ്യരുതെന്നോ പറയുകയും അങ്ങനെയുള്ള ഉപദേശങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോടുകൂടിയൊക്കെ ഒരുതരം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് സാധ്യതകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ രീതിയിൽ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഒരു ബിഹേവിയറൽ ചേഞ്ചാണ് വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന ഒരു ആശയത്തിൽ കൂടിയാണ് വരുന്നത്. അപ്പൊ ആ ഒരു സ്വഭാവ രൂപീകരണത്തിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയായിട്ടാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ടോക്കൺ എക്കണോമി എന്നൊക്കെ പറയുന്ന നമ്മൾ ചില ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ എന്നൊക്കെ പറയുന്ന ചില സംഗതികൾ വിദ്യാഭ്യാസത്തിനകത്ത് കൊടുക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ പിന്തുടരുന്ന ഒരു കാര്യമാണ്. വളരെ ക്രമീകൃതമായ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ക്ലാസ് റൂം ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ സ്കിന്നറിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ പൊതുവെ പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായിട്ട് ചില മനഃശാസ്ത്ര ആശയങ്ങളാണ് ഈ പറയുന്ന ചേഷ്ടാവാദികളുടേത് എന്ന് പറയാം. എന്തായാലും അനുകരണം, ആവർത്തനം എന്നുള്ള എന്നിവ വഴി ഏതൊരു വ്യവഹാരത്തെയും നാം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് തരം കുട്ടിയെ തന്നാലും ഞാനത് സവിശേഷമായ രീതിയിൽ വളർത്താം, അല്ലെങ്കിൽ ആ വളരുന്ന എൻവയോൺമെന്റ്, പരിശീലിക്കുന്ന എൻവയോൺമെന്റ്, അവിടെയുള്ള വ്യവഹാരങ്ങളാണ് ഒരാളെ പൂർണ്ണമായും നിർണ്ണയിക്കുന്നത് തുടങ്ങിയ ഒരു ആശയമാണ് ഈ പറയുന്ന 60കൾ വരെയും നമ്മുടെ പൊതുവെ മനഃശാസ്ത്രത്തിനകത്തും വിദ്യാഭ്യാസ മേഖലക്കകത്തും ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ വലിയൊരു കാലം പറയുന്ന ചേഷ്ടാവാദത്തിന് നമ്മുടെ വിദ്യാഭ്യാസ ചിന്താ പദ്ധതികൾക്കകത്ത് സ്വാധീനം ഉണ്ടായിരുന്നു. ഓക്കെ, വൈജ്ഞാനിക സിദ്ധാന്തങ്ങളെ ഒന്ന് ഓടിച്ചൊന്ന് പരിചയപ്പെടുത്താം.
നമ്മുടെ സമയത്തിനനുസരിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് കൺസ്ട്രക്ഷനിസവുമായി ബന്ധപ്പെട്ടുള്ള ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്ന സ്ട്രീം ഉണ്ടാവുന്നുണ്ട്. ഗസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ട്രീം വേറെ അവിടെ ഉണ്ടാവുന്നുണ്ട്. കൊഗ്നിറ്റീവ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ട്രീം ഉണ്ടാവുന്നത്. അങ്ങനെ വ്യത്യസ്തമായ സ്ട്രീമുകൾക്കകത്താണ് ഈ വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ, കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഇത്തരം സിദ്ധാന്തങ്ങൾ ഉണ്ടാവുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആളുകൾ വൈഗോട്സ്കിയും അതുപോലെ തന്നെ പിയാഷെയും അതുപോലെ ബ്രൂണറയെ പോലുള്ള ചില ആളുകളെ ഒന്ന് സാമാന്യമായിട്ടൊന്ന് പരിചയപ്പെടാം. ഗസ്റ്റാൾട്ട് സൈക്കോളജിയാണ് അതിനകത്ത് ആദ്യത്തെ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം, സമഗ്രത മനഃശാസ്ത്രം എന്ന് തർജ്ജമ ചെയ്ത് കാണാറുണ്ട്. അത് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ്. സമഗ്രത മനഃശാസ്ത്രം എന്ന് പല പുസ്തകങ്ങളിലും കാണാറുണ്ട്. അപ്പൊ അവിടെ ഈ പറയുന്ന എന്താ പറയാ, ഈ ഘടനാവാദപരമായിട്ടുള്ള ഒരു അവബോധത്തിന് പകരം ഇവയൊക്കെ പരസ്പരം കണക്ട് ചെയ്യുന്ന വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രചോദനാത്മകമായിട്ടുള്ള ഒരു ബിഹേവിയർ സംഗതിക്കകത്താണ് ഈ ഗസ്റ്റാൾട്ട് നോളജ് എന്ന് പറയുന്ന സംഗതിക്കകത്താണ് ഈ പറയുന്ന, അതായത് അതിന്റെ പാർട്ടായിട്ടല്ല, മറിച്ച് അതിന്റെ ഒരു ഹോളിസ്റ്റിക് ആയ ഒരു സംഗതി എന്നുള്ളൊരു ബോധമാണ് ഉണ്ടാവുന്നത്. പല പല ഘടകങ്ങളിലൂടെ ഒരു ഘടനയെ തിരിച്ചറിയുന്ന രീതിയല്ല ഉണ്ടാവുന്നത്. കാര്യങ്ങളൊക്കെ ഇതിന്റെ ഈ ഒരു ഗസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ്. അതായത് ഘടനാവാദത്തിനെതിരായ ഒരു സംഗതിയായിട്ടാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി കടന്നു വരുന്നത്. അപ്പോ ഇത് സമഗ്രതയാണ്, ഭാഗങ്ങളുടെ ഒരു സംഗതിയല്ല എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആസ് എ ഹോളായി കണ്ടുകൊണ്ടാണ് ഈ ചോദക പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത്. അത് ഈ പറയുന്ന പലപ്പോഴും അത് നമ്മുടെ വിഷ്വലൈസ് ചെയ്യുന്ന, ഒരാൾ വിഷ്വലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നമ്മുടെ സെൻസറി ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ, അതിൽ നിന്നുണ്ടാവുന്ന ചില പെർസെപ്ഷൻസ് ആണ് നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്ന ഒരു ആശയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സെൻസേഷൻസിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള എന്താ പറയുക ദൃശ്യഘടകങ്ങളെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയും ടെക്നിക്കുകളൊക്കെയാണ് അതിനകത്ത്. സാമീപ്യം, സാദൃശ്യം, അതുപോലെ പൂർത്തീകരണം, ലാളിത്യം തുടങ്ങിയ ചില പ്രത്യേക രീതികളിലൂടെ ആണ് ഈ പറയുന്ന നമ്മുടെ സംവേദനങ്ങളെ ത്വരിതപ്പെടുത്തുകയും ജ്ഞാന സംവേദനം സാധ്യമാക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്ന. അപ്പൊ ഈ കുരങ്ങൻ എന്താ പറയാ പഴം അടിച്ചു വീഴ്ത്തുന്നതിന്റെ സംഗതിയൊക്കെ പോപ്പുലറിന്റെ പ്രസിദ്ധമായിട്ടുള്ള പരീക്ഷണമൊക്കെ ഈ ഗസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും അത് വിദ്യാഭ്യാസ മേഖലക്കകത്ത് ചുരുങ്ങിയ കാലത്ത് പ്രബലമായിരുന്ന ഒരു ആശയമാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ, അതിലേക്കാണ് നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഈ പറയുന്ന ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളാണ്. ഇതിനകത്ത് ഏറ്റവും ആദ്യത്തേത് വൈഗോട്സ്കിയുടെ പക്ഷെ കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള, നമ്മുടെ കേരളീയ പാഠ്യപദ്ധതിയെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സൈദ്ധാന്തികൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ 90കളോടുകൂടി നമ്മളിവിടെ ഈ പറയുന്ന സമൂഹജ്ഞാന നിർമ്മിതി എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കകത്തായാലും നമ്മുടെ പാഠ്യപദ്ധതി അക്കാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുന്ന ഒരു തിയറിയാണ്. സോഷ്യലൈസേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഈ എന്താ പറയുക ZPD എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്, സ്കഫോൾഡിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും, അതുപോലെ MKO എന്നൊക്കെ പറയുന്ന ഒരു ലേണർ തന്റെ ചുറ്റുപാടിൽ നിന്നും ഈ പറയുന്ന തന്റെ ഗ്യാപ്പുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഗ്യാപ്പുകൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നുള്ളത്, അതിനെ സാമൂഹികമായി പരിഹരിക്കുന്നു, അങ്ങനെ സാമൂഹികമായാണ് ജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു എന്താ പറയാ സാമൂഹികാവസ്ഥയെ സൃഷ്ടിക്കുകയാണ് ക്ലാസ് മുറിക്കകത്ത് ഉണ്ടാവേണ്ടതെന്നും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സ്വയം ഈ പറയുന്ന സാമൂഹികമായിട്ട് തന്നെ ഈ ജ്ഞാനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനകത്തുള്ള ഈ പറയുന്ന കുറെ കൂടി കാര്യങ്ങളെ അറിയാവുന്ന ഒരാളായിട്ട്,
ഈ മോർ നോളജബിൾ അതർ ആയിട്ടാണ് അധ്യാപകൻ പ്രവർത്തിക്കേണ്ടത്, അധ്യാപകനും സഹപാഠികളും ഒക്കെ പ്രവർത്തിക്കേണ്ടതെന്ന ആശയമാണ് അദ്ദേഹം പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അവിടെയാണ് അദ്ദേഹം അധ്യാപകൻ ഗൈഡ് നിലവരം ഈ സ്കഫോൾഡിങ് എന്ന് പറയുന്ന ഒരു ആശയം, ഒരു കൈത്താങ്ങാണ് എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹം ഈ ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്ന സംഗതിയും ചേഷ്ടാവാദത്തിനെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സമൂഹജ്ഞാന നിർമ്മിതി. അത് ഒരു വളരെ വ്യക്തിഗതമായ ജ്ഞാന നിർമ്മിതിയല്ല, സമൂഹജ്ഞാന നിർമ്മിതിയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മൈൻഡ് ഇൻ സൊസൈറ്റി എന്ന് പറയുന്ന പുസ്തകമായാലും അതിന്റെ ഭാഷയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തോട്ട് ആൻഡ് ലാംഗ്വേജ് തുടങ്ങിയ പുസ്തകത്തിനകത്താണ് അതൊക്കെയും അദ്ദേഹം പ്രധാനമായിട്ടും ആവിഷ്കരിക്കുന്നത് സാമൂഹികമായ ഒരു ജ്ഞാനത്തിന്റെ ജ്ഞാന നിർമ്മിതി ഒരു അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം. സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി, സാമൂഹിക വികസനം എന്ന ആശയത്തിലാണ് ഭാഷ്യകാരനായിരുന്നു അദ്ദേഹം. വൈഗോട്സ്കിയുടെ പ്രധാനപ്പെട്ട ആശയം, വിഗോട്സ്കി എന്നും അതിന്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ തോന്നുന്നു, വൈഗോട്സ്കി എന്നാണ് പല പുസ്തകങ്ങളിലും കാണുന്നത്. ഓക്കെ, അപ്പൊ ആ അർത്ഥത്തില് ഈ കുട്ടികളെ സാമൂഹികമായ ഇടപെടൽ ഉണ്ടാക്കാവുന്നു, സോഷ്യൽ ബീയിങ് ആക്കി വെക്കുക, സോഷ്യൽ ആക്ഷനുകളിലൂടെ ലേണിംഗ് എന്ന് പറയുന്ന, സോഷ്യലൈസേഷനിലൂടെയും സോഷ്യൽ ആക്ഷനിലൂടെയും ലേണിംഗ് എന്ന് പറയുന്ന ഒരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ അത് അദ്ദേഹം പറയുന്ന 2-3 പ്രധാനപ്പെട്ട ടേമുകളുണ്ട്. ആ ടേമുകളൊന്നും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്ന ZPD എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം പറയുന്നുണ്ട്. സമീപസ്ഥ വികാസ മണ്ഡലം എന്ന് പറയുന്ന ഒരാശയമാണത്. അതിപ്പോ ഒരു കുട്ടി അറിവ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അറിവ് ആക്സസ് ചെയ്യുകയോ അല്ലെങ്കിൽ അറിവിനോട് കണക്ട് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അറിവ് നിക്ഷേപിക്കപ്പെടുകയോ ചെയ്യുന്നത്, അറിവ് നിർമ്മിക്കുകയാണ് കുട്ടി ചെയ്യുന്നതാണ്. അപ്പൊ ആ അറിവ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നുമാണ് നിർമ്മിക്കപ്പെടുന്നത്, അയാളുടെ ആന്തരികമായ സംഗതിയിലല്ല, വ്യക്തിഗത പഠനമല്ല, മറിച്ച് സാമൂഹിക പഠനമാണ് പ്രധാനം എന്ന് പറയുന്ന ഒരു ആശയമാണ് ഈ പറയുന്നതിനകത്ത് ഉള്ളത്. അപ്പൊ അവിടെ ഈ സാമൂഹികമായ ഇടപെടൽ എന്ന് പറയുമ്പോൾ കുട്ടി സാമൂഹികമായ ഒരു പഠനം നടത്തുകയാണ് ചെയ്യുന്നത്. വ്യക്തിപരമായ പഠനത്തിന് വേണ്ടി സാമൂഹികമായ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ആ കുട്ടി നടത്തുന്നു. അപ്പൊ മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോൾ ആരാണ് തന്നെ ഗൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരിൽ നിന്നാണ് തനിക്ക് അറിവുണ്ടാകുന്നത് തുടങ്ങിയ രീതിയിലുള്ള പിയർ ഗ്രൂപ്പിങ്ങിനെ സംബന്ധിച്ചായാലും അല്ലെങ്കിൽ നല്ലൊരു ഗൈഡിനെ അല്ലെങ്കിൽ മെന്ററെ കണ്ടുപിടിക്കുന്ന കാര്യത്തിലായാലും അത്തരം ഒരു സോഷ്യൽ ഇന്ററാക്ഷനിലൂടെയാണ് കുട്ടി ഈ പറയുന്ന ഒരു മോർ നോളജബിൾ അതർ MKO എന്ന് പറയുന്ന ഒരാളെ അല്ലെങ്കിൽ ആളുകളെ കണ്ടെത്തുന്നത്. തന്റെ ഒരു നോളജ് ഗ്യാപ്പിനെ പരിഹരിക്കാൻ വേണ്ടി തന്നെക്കാൾ അറിവുള്ള ഒരു അധ്യാപകനെയോ സഹപാഠിയെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേതെങ്കിലും മുതിർന്നയാളെയോ പഠനത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതികളെ സഹായിക്കാൻ വേണ്ടി MKO മോർ നോളജബിൾ അതറിനെ കണ്ടുപിടിക്കുന്നു. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഈ പറയുന്ന എന്താ പറയുക, തനിച്ച് ചെയ്യാൻ കഴിയാവുന്ന ചില കാര്യങ്ങളും മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾക്കും ഇടയിലൊരു ഇടത്തെയാണ് ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പൊ അവിടെയാണ് ഈ അധ്യാപകൻ ഇടപെടുന്നത്. മൈൻഡ് സൊസൈറ്റി അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇത്. മറ്റൊരാളുടെ സഹായത്തോട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും അതോടൊപ്പം തനിച്ച് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്പേസിനകത്താണ് ഈ കുട്ടിക്ക് തനിച്ച് ചെയ്യാൻ കഴിയാവുന്ന രീതിയിൽ അവന്റെ കൈത്താങ്ങ് കൊടുക്കുന്ന ഒരാളായിട്ടാണ് ടീച്ചിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടാവേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് കയറി ചെയ്യേണ്ട ഒരു സംഗതിയല്ല. അവിടെയാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്ന ഒരാശയം, കൈത്താങ് എന്ന് പറയുന്ന ഒരാശയം അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ പഠിതാവിന് സമീപസ്ഥ വികാസ മണ്ഡലത്തിൽ വെച്ച് പഠിതാവിന് നൽകുന്ന ചില സഹായങ്ങളാണ്. നമ്മളൊന്ന് ഉന്തിവിടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് അവിടെ പ്രധാനമായിട്ടും നടക്കുന്നത്. നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും അല്ലാതെ നിരന്തരമായി ഒരു കുട്ടിയെ പിന്തുടരുന്നത് നിരന്തരമായി കൊടുക്കേണ്ട ഒരു സംഗതിയുമല്ല എന്നുള്ളത്. അപ്പൊ ആ അർത്ഥത്തില് ഭാഷയും ചിന്തയും തമ്മിൽ സംസ്കൃതമൊക്കെ പറയുന്ന ആശയമൊക്കെ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ചിന്തയുടെ പ്രധാനപ്പെട്ട ഉപകരണം ഭാഷയാണ്. ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അത് നമ്മുടെ ഭാഷയുടെയും ചിന്തയുടെയും പ്രവർത്തനം തുടങ്ങുന്നത് 2 വയസ്സോടുകൂടി ഒരുപോലെയാണെന്നൊക്കെ പറയുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു വൈജ്ഞാനിക വികാസത്തിന്റെ ഒരു ഉപകരണമായിട്ടാണ് അദ്ദേഹം ഭാഷയെ കാണുന്നത് എന്ന് പറയുന്ന. അപ്പൊ നമ്മൾ മാതൃഭാഷാ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയുന്ന വൈഗോട്സ്കിയെ പോലുള്ള ആളുകളുടെ ആശയങ്ങൾ നമ്മൾ പറയാറുണ്ട്. മറ്റൊന്ന് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ചില സാംസ്കാരിക ഉപകരണങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മനുഷ്യന് മാത്രമുള്ളതാ, മറ്റു ജീവികൾക്കൊന്നുമില്ലാത്ത സംസ്കാരം സൃഷ്ടിക്കുന്ന ജീവിയാണ് മനുഷ്യൻ എന്നൊക്കെ പറയുന്നത്. മനുഷ്യന് മാത്രമുള്ള ചില സാംസ്കാരിക ഉപകരണങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ചിലതെല്ലാം ഈ പറഞ്ഞ പോലെ
ഫിസിക്കൽ ഭൗതികമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്, ചിലത് മെന്റലായിട്ടുള്ള മാനസികമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഭൗതികവും മാനസികവുമായിട്ട് ഈ ഉപകരണങ്ങൾ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ജനറ്റിക്കലായി കൈമാറുന്ന ഒന്നല്ല എന്നാണ്. നമ്മുടെ സംസ്കാരം ജനറ്റിക്കലായി കൈമാറുന്ന ഒന്നല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ജൈവശാസ്ത്രപരമായ ഒരു സംഗതിയല്ല, മറിച്ച് ഒരു സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സംഗതികളൊക്കെയും ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ തലമുറകളുടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നൊരു കാര്യം. ആ അർത്ഥത്തിൽ മൊത്തം ഒരു മനുഷ്യന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ ജീനിയോളജി വരുമ്പോൾ ജനറ്റിക്കലായ സംഗതിയല്ല, അവന്റെ സോഷ്യൽ ബീയിങ്ങിനകത്താണ്, സോഷ്യൽ ലിവിങ്ങിനകത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും വൈഗോട്സ്കിയുടെ ഒരു സിദ്ധാന്തമായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്തരം ഗ്രൂപ്പ് ആക്ടിവിറ്റികൾക്ക് പ്രാധാന്യമുള്ള പല കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പഠിക്കുക, കൊളാബറേറ്റീവ് ലേണിംഗ് പോലെയൊക്കെയുള്ള ചില സംഗതികൾ, പങ്കാളിത്ത പഠനം പോലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ പ്രോജക്റ്റിലെത്തിയത് പോലുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ പോലെ, പണിപ്പുരകൾ പോലെയൊക്കെയുള്ള ചില ടെക്നിക്കുകൾ ചെയ്യുക, സംവാദങ്ങൾ തുടങ്ങിയ പലതരം നമ്മൾ ഈ പറയുന്ന ലേണിംഗ് ടെക്നിക്കുകൾ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന ആശയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അടുത്ത ആളിലേക്ക് വരാം. ബ്രൂണറാണ്. ബ്രൂണറും ഈ പറയുന്ന ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്ന കണ്ടെത്തൽ പഠന സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തത്തിന്റെ വക്താവാണ് അദ്ദേഹം. ഈ കരിക്കുലത്തെ കുറിച്ചും മറ്റൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുള്ള, സ്പൈറൽ കരിക്കുലത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരാളാണ് ജെറോം ബ്രൂണർ. അമേരിക്കക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടുവേഴ്സ് എ തിയറി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന കൃതികൾക്കകത്താണ് അദ്ദേഹം ഈ ഒരു പഠനം എന്ന് പറയുന്നത് പ്രക്രിയയെ സംബന്ധിച്ച് അതൊരു പ്രക്രിയയായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതിന് ചില എന്താ പറയുക ഘട്ടങ്ങളായിട്ട് അദ്ദേഹം അതിനെ പിന്നീട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ചില മോഡലുകൾ, ചില മാതൃകകളൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മാതൃകകൾ വലിയ രീതിയിൽ അദ്ദേഹം ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചെയ്തത്. പ്രായോഗികമായിട്ടുള്ള ചില മനഃശാസ്ത്ര സമീപനങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് ഈ പറയുന്ന ടീച്ചിങ് പ്രാക്ടീസിനകത്ത് കൊണ്ടുവരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഒരു കുട്ടിയുടെ വിജ്ഞാനത്തെ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ ചില ടെക്നിക്കുകളായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഡിസ്കവറി എന്ന് പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ ഇതിലൊക്കെയുള്ള സിദ്ധാന്തങ്ങളിലൊക്കെയും ഡിസ്കവറി കുട്ടി കണ്ടെത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കുട്ടി സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന വിഷയം തന്നെയാണ് ഇവിടെയും ഉള്ളത്. കുട്ടികൾ അറിവ് നിർമ്മിക്കുന്നവരാണ്. അപ്പൊ ചുറ്റുപാടുകളിൽ നിന്ന് അറിവ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അറിവ് നിർമ്മിക്കാൻ ആവശ്യമായ ഈ പരിതസ്ഥിതിയെ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളെ ഉണ്ടാക്കിയെടുക്കലാണ് പ്രധാനം എന്നത് ഡിസ്കവറി ലേണിംഗിന് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. അപ്പൊ സ്വയം അറിവ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനാവശ്യമായ ഒരു പരിസ്ഥിതി ഒരുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഈ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്ന ആശയമാണ്. നിരന്തരമായി പലതരത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മളൊരു തരം പിരിയൻ കോളനി പോലെ തന്നെ ഇങ്ങനെ കറങ്ങിയിട്ട് അല്ലെ, ഇപ്പൊ അതിന്റെ തന്നെ ഒരു കുറെ കൂടെ ഹയർ ലെവലിൽ അതേ കാര്യങ്ങൾ തന്നെ മുന്നറിവുകളായി വെച്ചുകൊണ്ട് അതിൽ തന്നെ കറങ്ങി കുറെ കൂടെ സങ്കീർണതയിലേക്ക് പോകുന്ന ഒരു പഠന പദ്ധതിയെയാണ് ചാക്രികാരോഹണ പാഠ്യപദ്ധതി സ്പൈറൽ കരിക്കുലം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കുട്ടികൾ ചെയ്യുന്നത് ആക്ഷൻസിലൂടെയാണ്. ഡിസ്കവറി ലേണിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന സംഗതികളൊക്കെ പ്രവർത്തനങ്ങളിലൂടെയാണ് കുട്ടി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വൈജ്ഞാനിക വികാസം ഈ പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ഈ പറയുന്ന 3 മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഈ പറയുന്ന എന്താ പറയാ പ്രതിനിധാന രീതികൾ, 3 തരം പ്രതിനിധാന രീതികൾ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ജ്ഞാനത്തെ കൺവേ ചെയ്യാൻ പറ്റുക, ജ്ഞാനത്തെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് 3 ഘട്ടമായിട്ട് അദ്ദേഹം പറയുന്നത് പല നമ്മുടെ സ്കൂളിങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ആശയമായിട്ട്, പ്രത്യേകിച്ച് അത് ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് എന്ന രീതിയിൽ ഒരു കുട്ടിയുടെ ഒരു ശിശുവിന്റെ വികാസ ഘട്ടത്തിനകത്തൊക്കെയും നമ്മൾ ഉപയോഗിച്ചിരുന്നത് പ്രത്യേകിച്ച് താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അതിനകത്ത് ഈ ആദ്യത്തെ എനാക്റ്റീവ് എന്ന് പറയുന്ന ആക്ഷന് പ്രാധാന്യമുള്ള ഒരു ഘട്ടം എന്ന് പറയുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഘട്ടം, ശൈശവ ഘട്ടം എന്ന് പറയുന്നത് പക്ഷെ ഒരു വയസ്സുവരെയൊക്കെ ഉള്ള ഘട്ടത്തെയാണ് നമ്മൾ പറയുന്നത് ഈ പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്. ഭാഷ നേരത്തെ നമ്മൾ പറഞ്ഞു 2 വയസ്സിനോട് തൊട്ടിട്ടാണ് ഭാഷയും ചിന്തയും വികസിക്കുന്നതെന്ന് പറഞ്ഞു. അതിന് മുമ്പുള്ളൊരു ഘട്ടമാണ് ഈ പ്രതിനിധാന രീതി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ വസ്തുക്കളുമായിട്ട് നിരന്തരമായി കുട്ടി പലതരം ആക്ഷനുകളിലേക്ക് പോകുന്നു, പല വസ്തുക്കൾ പിടിക്കുന്നു, അത് വായിലിടുന്നു, ഉരുട്ടുന്നു, അതുമായിട്ട് കളിക്കുന്നു, അതിനെ നോക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പലതരം ശാരീരിക പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന പ്രവർത്തന
ഘട്ടത്തിനകത്ത് പ്രധാനമായിട്ട് പോവുക. ഓക്കെ, അപ്പൊ നമ്മള് നിപ്പിൾ ഇങ്ങനെ ചെയ്യുക, കളിപ്പാട്ടങ്ങൾ എന്താ ശബ്ദം ഉണ്ടാവുന്ന കളിപ്പാട്ടങ്ങൾ കുത്തിവെക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് ഒരു ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മോട്ടോ സ്കിൽസുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന, അതുകൊണ്ട് തന്നെ നമ്മുടെ ചലനക്ഷമത, കുട്ടിക്ക് കൃത്യമായ ചലനമുണ്ടോ, കേൾവിയുണ്ടോ, ഇന്ദ്രിയങ്ങൾ ഇതാണോ, അതോടൊപ്പം തന്നെ ചില ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുട്ടി പഠിക്കുക. ചില പ്രത്യേക ശബ്ദം ഉണ്ടാക്കുമ്പോൾ അമ്മ വരുന്നു അല്ലെങ്കിൽ ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ലേണിംഗ് ബൈ ഡൂയിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയ ചില സംഗതികളൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്നാണ് ഈ ഒന്നാമത്തെ ഘട്ടത്തിന്റെ, ഈ അനാക്റ്റീവ് എന്ന് പറയുന്ന ഘട്ടത്തിന്റെ പ്രവർത്തന ഘട്ടത്തിന്റെ പ്രത്യേകത. ബിംബന ഘട്ടം എന്ന് പറയുമ്പോഴേക്കും ഐക്കണുകളിലേക്കായിട്ട് അല്ലെ ഐക്കൺസ് ആയിട്ട് അവിടെ മാറുന്നു അല്ലെ. ചില ബിംബങ്ങൾ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് ആ കുട്ടി എത്തുകയും അത് ചില പിക്ചറുകൾ അല്ലെങ്കിൽ ചില വിഷ്വൽസുകളൊക്കെ അതിലേക്കുള്ള ചില ശ്രദ്ധകൾ ഉണ്ടാവുന്നു. മെന്റൽ ഇമേജസ് കുട്ടികളിൽ വരുന്നു. താനൊരു ഏകതയാണെന്ന് പറയുന്നൊരു ബോധം ഉണ്ടാവുന്നു. ആദറിനെ കുറിച്ചൊക്കെ ചില ബോധം ഉണ്ടാവുന്നു. അല്ലെ, അതിൻ്റെയൊക്കെ ഒരു ഘട്ടമാണ് 1 മുതൽ 6 വയസ്സ് വരെയുള്ള നമ്മുടെ ബാല്യകാലം എന്നൊക്കെ പറയുന്നത്. ആളുടെ ഒരു വ്യക്തി രൂപപ്പെടുന്നതിന്റെ ഒരു ഘട്ടമായിട്ട് നമ്മൾ തന്നെ പറയാം. അപ്പൊ അവിടെയൊക്കെ മെന്റൽ ഇമേജസ് ആണ് പ്രധാനമായിട്ടും അവിടെ ഉണ്ടാവുന്നു. പലപ്പോഴും അത് വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപങ്ങളും ദൃശ്യങ്ങളും അല്ലെ അതുവഴിയൊക്കെ ആശയം മനസ്സിലാക്കുന്ന അല്ലെ. അപ്പോൾ നമ്മൾ ആദ്യകാല പാഠപുസ്തകങ്ങളൊക്കെ, പ്രാഥമിക പാഠപുസ്തകങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആപ്പിൾ കാണിച്ചുകൊണ്ട് A4 ആപ്പിൾ എന്നൊക്കെ പറയുന്ന കുട്ടികളുടെയൊക്കെ പല റീലുകളൊക്കെ കാണുന്നത് പോലെ ആ കുട്ടി പരിചയപ്പെട്ട വാക്ക് തന്നെ പറഞ്ഞു പോകുന്ന വസ്തുവായിട്ടാണ് കുട്ടിക്ക് പരിചയമായിട്ട്, അക്ഷരങ്ങളല്ല. അപ്പൊ ആ വസ്തുവിൽ നിന്ന് ചില അക്ഷരങ്ങൾ ഊഹിച്ചെടുക്കുന്ന ചില രീതിയൊക്കെയാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ദൃശ്യപരമാണത്. അതുകൊണ്ട് ആ ഒരു വിഷ്വൽ ലേണിംഗ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അതനുസരിച്ച് ഓർമ്മകൾക്കനുസരിച്ച് ആ കുട്ടി ആശയങ്ങളെ സംഭരിക്കുകയും അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് അങ്ങനത്തെ ഒരു ലേണിംഗ് അല്ല അവിടെ നടക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ ഈ സാധനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിളിന്റെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് ആപ്പിൾ ആണെന്ന് തിരിച്ചറിയുകയും അത് തനിക്ക് തിന്നാനുള്ളതാണ് എന്ന് തോന്നുകയും അതിനോടൊരു ആകർഷണം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന അത്തരം ചില സംഗതികളാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായിട്ട് ഉള്ളത്. അപ്പൊ ഓർമ്മകൾ ആശ്രയിച്ചുകൊണ്ട് ആശയങ്ങളെ സംഭരിക്കുക എന്ന് പറയുന്ന ഘട്ടമാണ്. അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ഘട്ടമായിട്ട് അദ്ദേഹം പ്രധാനമായിട്ട് വിദ്യാഭ്യാസ പ്രായമായിട്ട് അദ്ദേഹം 7 വയസ്സ് മുതലാണ് അത്തരം ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യം അദ്ദേഹം പറയുന്നത് അല്ലെ. സിംബോളിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നത്. പ്രതീകങ്ങളുണ്ട്. അപ്പൊ ഭാഷ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള പ്രതീകങ്ങളാണ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഭാഷയിലേക്ക് ലാംഗ്വേജ് ലേണിംഗിന്റെ ഒരു സംഗതി തന്നെയാണ്. അപ്പൊ ഭാഷ പ്രതീക വ്യവസ്ഥയാണ് നമ്മൾ പറഞ്ഞു അല്ലെ. മറ്റ് പ്രതീകങ്ങൾ ഉണ്ടാവുന്നു, മറ്റ് വിഷയങ്ങൾ ഉണ്ടാവുന്നു. സിംബോളിക് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് 7 വയസ്സ് മുതലാക്കി. അപ്പൊ അവിടെയാണ് വാക്കുകൾ മനസ്സിലാവുന്നു, നമ്പറുകൾ, ന്യൂമറലുകൾ ഉണ്ടാവുന്നു, ഗണിത ചിഹ്നങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അങ്ങനെ സാങ്കേതികമായ പ്രതീകങ്ങളെ മനസ്സിലാക്കിയെടുക്കുന്ന രൂപ എന്താണെന്ന് മനസ്സിലാവുന്നു അല്ലെ. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, സാങ്കേതികമായ സാധനങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു ഘട്ടത്തെയാണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോഴാണ് CAT എന്ന് പറഞ്ഞാൽ അത് ക്യാറ്റ് ആണെന്ന് വായിക്കുകയും, ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂച്ച എന്ന് പറയുന്ന ഒരു ആശയമോ അല്ലെങ്കിൽ വസ്തുവാണ്. അങ്ങനെ ഈ വസ്തുബിംബം അല്ലെങ്കിൽ ഒരു വസ്തു ആശയം, അതിന്റെ ചിഹ്നം എന്നൊക്കെ പറയുന്നത് അതുപോലുള്ള ബന്ധത്തെയൊക്കെ തിരിച്ചറിയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ആണ് കുട്ടിക്ക് അബ്സ്ട്രാക്ഷൻസിലേക്ക് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലേക്ക്, അമൂർത്ത ചിന്തയിലേക്ക് വരികയും യുക്തി എന്ന് പറയുന്നത് കാര്യകാരണ ബന്ധം ഉണ്ടാവുകയും യുക്തി ഉപയോഗിച്ചിട്ട് പ്രശ്നങ്ങളെ പരിഹരിക്കുക, ഭാഷയ്ക്കകത്ത് ഇടപെടുക, ഭാഷ നിർമ്മിച്ചെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത് എന്നുള്ളതാണ് ബ്രൂണറിന്റെ ഈ 3 ഘട്ടങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. ഞാൻ എൻ്റെ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യം നിങ്ങൾ പലർക്കും കേട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ പറയുന്ന ഓരോ ഘട്ടത്തിലും എന്തൊക്കെ തരം ആക്ടിവിറ്റികൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്, മൾട്ടിമീഡിയ ലേണിംഗിന്റെ പ്രാധാന്യം എന്താണ് അല്ലെ, തുടങ്ങിയ പല സംഗതികളിലാണ് ഈ ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സൈദ്ധാന്തികൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പിയാഷെയാണ് അല്ലെ. ജീൻ പിയാഷെ, നമ്മുടെ പഴയ രീതിക്കനുസരിച്ച് നമുക്ക് അങ്ങനെ പറയാവുന്ന പലതരത്തിൽ അതിനെ കാണാം. ദൈക്ഷണികം എന്ന് പലരും ഉപയോഗിക്കുന്നുണ്ട്, ജ്ഞാതൃവാദം എന്ന് ഉപയോഗിക്കുന്നുണ്ട്, ജ്ഞാന വികസന സിദ്ധാന്തം എന്നും ഉപയോഗിക്കാറുണ്ട്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുന്ന ഒരു കുട്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെയുള്ള സൈദ്ധാന്തികരൊക്കെ പറഞ്ഞതുപോലെ തന്നെ കുട്ടി സ്വയം അനുഭവങ്ങളിലൂടെ അറിവ് നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊരു സാമൂഹികമായ നിർമ്മാണത്തെ കുറിച്ചാണ്. അവിടെയാണ് പിയാഷെയും മറ്റുള്ളവരും തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്ന ഒരു സംഗതി. സാമൂഹിക ജ്ഞാന നിർമ്മിതിയിലല്ല അദ്ദേഹം ഊന്നുന്നത്, ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികാസത്തിലാണ് അദ്ദേഹം ഊന്നുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. പിയാഷെയുടെ ചില ആശയങ്ങളിലേക്ക് നമുക്ക് പോവാം. പിയാഷെ ഈ പറയുന്ന കോഗ്നിറ്റീവ് തിയറിയിലെ വളരെ പ്രധാനപ്പെട്ട ഭൗതിക വികസന സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എനിക്കറിയാം അല്ലെ.
പ്രത്യേകിച്ച് ശിശു വിദ്യാഭ്യാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശൈശവ മനഃശാസ്ത്രത്തെക്കുറിച്ചും ആണ് അദ്ദേഹം പ്രധാനമായിട്ട് ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ് എന്നൊക്കെ പറയുന്ന സംഗതിയാണ് അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ കുട്ടികളുടെ ചിന്താശക്തി പിന്നീട് നമ്മൾ ഏറ്റവും അവസാനം പറയാൻ പോകുന്ന ചിലരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമയം ഉണ്ടാവും തോന്നുന്നില്ല, നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ പിന്നീട് ഈ നമ്മൾ പറഞ്ഞ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ഡിഫറൻസസിനെ ഊന്നിയിട്ടുള്ള മനഃശാസ്ത്ര പദ്ധതികൾ അല്ലെങ്കിൽ അത്തരം ആശയങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിനകത്ത് വരുന്നതും ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ ആശയങ്ങളൊക്കെ വരുന്നതാണ്. അതിൻ്റെയൊക്കെ വ്യത്യസ്തമായിട്ട് പിയാഷെ എല്ലാവർക്കും ഏതാണ്ട് ഒരുപോലെയാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ, അതായത് ഒരു പ്രത്യേക പ്രായ ഘട്ടത്തിനകത്ത് നമ്മൾ പ്രായം വളർച്ചയെത്തുമ്പോൾ ചില പ്രത്യേക മാനസിക ഘട്ടത്തിലൂടെ എത്തുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് പല ഘട്ടങ്ങളായി വികസിക്കുകയാണെന്ന് പറയുന്ന ഒരു കാര്യം ആദ്യമായിട്ട് ശാസ്ത്രീയമായി തെളിയിച്ച ഒരാൾ എന്നതാണ് പിയാഷെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ആ ഒരു കുട്ടിയുടെ വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത് 4 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ആദ്യഘട്ടമായ സംവേദക ചാലക ഘട്ടം എന്നൊക്കെ പറയാവുന്ന സെൻസറി മോട്ടോ ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന ഒരു ഘട്ടമുണ്ട്. ഈ എന്താ പറയാ പ്രീ ഓപ്പറേഷണൽ ആയിട്ടുള്ള ഒരു പ്രാഗ് മനോവ്യാപാര ഘട്ടം ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു മനോവ്യാപാര ഘട്ടത്തിലേക്ക്, മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലേക്ക് വരുന്നത്. പിന്നീട് നമ്മൾ അത് ഫോർമൽ ആയിട്ടുള്ള ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക്, ഔപചാരിക മനോവ്യാപാര ഘടനയിലേക്ക് എത്തുന്നു. അപ്പൊ ഇവിടെയൊക്കെ അദ്ദേഹം പറയുന്നത് നമ്മുടെ മനസ്സിനെ അദ്ദേഹം ചില സ്കീമുകളായിട്ടാണ് അദ്ദേഹം കാണുന്നത് എന്നുള്ളത്. അതായത് നമ്മുടെ ഒരു ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ ആശയത്തിന്റെ ഒരു യൂണിറ്റിനെ അദ്ദേഹം സ്കീമാണ്. അപ്പൊ നിരവധി സ്കീമുകൾ നമുക്കകത്തുണ്ട്. ആ സ്കീമുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്നുള്ളൊരു അറിവിനെ കാണുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിനെങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ അതിന്റെ ഒരു പ്രോസസ്സ് എന്താണ്? പുറത്തുനിന്നുള്ള ഒരു സ്കീമെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു അറിവിനെ നമ്മുടെ സ്കീമുകൾക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ അതിനെ നമ്മൾ അസിമിലേറ്റ് ചെയ്യുന്നത്, നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന ഇക്വിലിബ്രിയത്തിന്റെ പ്രശ്നങ്ങൾ. അപ്പൊ ആ രീതിയിലാണ് അദ്ദേഹം എന്താ പറയുക ലേണിങ്ങിനെ പ്രധാനമായിട്ടും കാണുന്നത്. അസിമിലേഷൻ, അക്കോമഡേഷൻ എന്നൊക്കെ പറയുന്ന ചില ആശയങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വളരെ ആധുനികമായ ഒരു മനഃശാസ്ത്ര സങ്കല്പമാണ് അദ്ദേഹത്തിന്റെ ഈ എന്താ പറയാ ചുറ്റുപാടുകളിൽ നിന്ന് സജീവമായി ഇടപെട്ടുകൊണ്ട് അറിവ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്താ പറയുക സഹായിക്കുന്ന പലതരം ഘടകങ്ങളുണ്ട്. അതിനകത്ത് നടക്കുന്നത് ഒരു ഘടനാപരമായ ഒരു പ്രവർത്തനമാണ്. സന്തുലീകരണം എന്ന് പറയുന്ന ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് എന്ന് പറയാം. സാമൂഹിക അനുഭവങ്ങളുടെ സന്തുലീകരണം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഈ സ്കീമ എന്ന് പറയുന്ന ഇത് വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളാണിത്. അപ്പൊ ആ പുതിയ അനുഭവങ്ങളെ ആ സ്കീമയിലേക്ക് സ്വാംശീകരിക്കുന്ന അസിമിലേഷൻ എന്ന് പറയുന്ന ടേമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. 2 തരത്തിലാണ് അത് വരുന്നത്. ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുന്നത്. ഒന്ന് അസിമിലേഷൻ ആണ്, ഒന്ന് അക്കോമഡേഷൻ ആണ്. അല്ലെ, പുതിയ അനുഭവങ്ങളെ നിലവിലുള്ള സ്കീമുകൾ അനുസരിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. സ്വാംശീകരിച്ചും എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് അതായിട്ട് എടുക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണത്. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഈ പുതിയ അറിവുകൾ അല്ലെങ്കിൽ പുതിയ സംഗതികൾക്കനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് ആൾറെഡി നിലനിൽക്കുന്ന സ്കീമുകളിൽ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ പുതിയത് സൃഷ്ടിക്കുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ചേർന്നിട്ടാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുന്നത്. ഈ അഡാപ്റ്റേഷൻ ടെക്നിക് ഇതാണ് ഈ ഒരു ജ്ഞാന അർജനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം 4 ഘട്ടങ്ങളായിട്ടാണ് ഈ പറയുന്ന പ്രോസസ്സിനെ അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്താ പറയാ ശിശുവിന്റെ മനോവ്യാപാര ഘടനയുടെ വികാസത്തിന്റെ 4 ഘട്ടങ്ങൾ എന്ന രീതിയിലാണ് പല സ്റ്റേജുകളാണ് അദ്ദേഹം പറയുന്നത്. 2 വയസ്സ് വരെയുള്ള ജനിച്ച് 2 വയസ്സ് വരെയുള്ള ഒരു ഘട്ടമാണ് ഈ പറയുന്ന സംവേദക ചലന ഘട്ടം എന്ന് പറയുന്ന സൈക്കോമോട്ടോർ സെൻസറി എന്നൊക്കെ മനസ്സിലാവുന്ന ഇന്ദ്രിയ അല്ലെങ്കിൽ സംവേദനങ്ങളിലൂടെ അല്ലെങ്കിൽ ചലനങ്ങളിലൂടെ അതിനകത്ത് വിശദീകരിക്കുകയുണ്ടായി. അപ്പൊ ആ ഇന്ദ്രിയങ്ങളിലൂടെയും ചലനങ്ങളുടെയും ലോകത്തെ അറിയുന്ന ഒരു കുട്ടിയുടെ വ്യാപാര ഘട്ടം എന്ന് പറയുന്നത്, അവിടെ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ രൂപം കൊള്ളാത്ത ഒരു ഘട്ടമാണ് എന്ന് പറയാം. പിന്നീടാണ് ഈ പറയുന്ന പ്രീ ഓപ്പറേഷണൽ എന്ന് പറയാവുന്ന പ്രാഗ് മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നത്. 7 വയസ്സ് വരെയാണ് അദ്ദേഹം. 2 മുതൽ 7 വയസ്സ് വരെ അവിടെ വളരെ ഈ പറഞ്ഞ ഈഗോസെൻട്രിക് ആയിട്ടുള്ള അഹംകേന്ദ്രിതമായ ചിന്തകളാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നതും ലോകത്തോട്ടുള്ള അവന്റെ കണക്ഷൻ ആ രീതിയിൽ മാത്രമാണുള്ളതും ഭാഷയും പ്രതീകങ്ങളും ഉപയോഗിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടമാണ്.
എന്നുള്ള ഈ സിംബോളിക് സ്റ്റേജിലേക്ക് കുട്ടി കടക്കുന്ന ഒരു ഘട്ടമായിട്ടാണ് ഈ പറയുന്ന പ്രാക് മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് 7 to 11 വയസ്സ് വരെയുള്ള ഒരു ഘട്ടത്തെയാണ് അദ്ദേഹം മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത്. മൂർത്ത വസ്തുക്കളെ കുറിച്ചൊക്കെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കുക, അഹം ഏതതുമാണ് റാഷണലായി മാറുന്ന ഒരു ഘട്ടമാണ് എന്ന് പറയും. അതിൽ നിന്ന് ഉള്ള അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻസിനെ സംബന്ധിച്ച് നമ്മുടെ കൾച്ചറിലേക്കും മറ്റൊക്കെ പോകുന്ന അബ്സ്ട്രാക്ഷൻ ആയിട്ടുള്ള സംഗതികൾ, അമൂർത്തമായ കാര്യങ്ങളെ കുറിച്ചും പരികല്പനകളെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ഒരു പ്രായപൂർത്തി എത്തിയ ഘട്ടം എന്ന രീതിയിലാണ് ഔപചാരിക പ്രായപൂർത്തി ഇൻ ദ സെൻസ് ഈ പറയുന്ന മാനസിക വികാസത്തിന്റെ ഈ ഘട്ടങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞ ഒരു ഘട്ടമായിട്ടാണ് അദ്ദേഹം ഔപചാരിക ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു സംഗതിയിലേക്ക് ഓരോ സാഹചര്യ സ്ഥിതികളെയും ഓരോ സോഷ്യൽ കണ്ടീഷനെയും സ്റ്റേറ്റുകളെയും വേറെ വ്യവച്ഛേദിച്ചറിഞ്ഞുകൊണ്ട് ആ രീതിയിൽ പെരുമാറാനുള്ള ശേഷി നേടുന്ന ഒരു ഘട്ടം എന്ന ഘട്ടത്തിലേക്ക് എനിക്ക് ഫോർമൽ ആയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് മാറുന്നു എന്നുള്ളത്. ഇതുപോലെ തന്നെ സന്മാർഗ വികാസത്തെ കുറിച്ചൊക്കെ അദ്ദേഹം 4 ഘട്ടങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ഒരു നോട്ടിൽ നിന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഒന്ന് വായിച്ച് നോക്കണം. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന അനുഭവങ്ങളിലൂടെയാണ് കുട്ടി പഠിക്കുന്നത്. പഠനം തുടർച്ചയും സ്വാഭാവികമായ പ്രക്രിയയാണെന്നും അതൊരു ബൗദ്ധിക പ്രക്രിയയാണെന്നും കുട്ടി അറിവ് നിർമ്മിക്കുകയാണെന്നും ആ കുട്ടി എന്ന് പറയുന്നയാൾ ഏകാഗിയായ ഗവേഷകനാണ്. നേരത്തെ പറഞ്ഞ സമൂഹ നിർമ്മിതിവാദമല്ല, മറിച്ച് ഏകാഗിയായ ഒരു ഗവേഷകനാണ് എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ ചിന്തകന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം. ഒരാളെ കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും. സമയം ഈ ഒരു സെഷൻ പൂർണ്ണമായിട്ടും തീരാനുള്ള സാധ്യതയില്ല. നമുക്ക് നാളെ കൂടെ നമുക്ക് പറഞ്ഞ് ടാക്സോണമി കൂടി പറയാം. ഒരു ദിവസം കൂടെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ സൈക്കോളജി വേണ്ടി വരുന്നു. ഓക്കെ, ഒരാളെ കൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് അവസാനിപ്പിക്കാം. റോബർട്ട് ഗാഗ്നെ നമ്മുടെ സിലബസിനകത്ത് ഉള്ള സിസ്റ്റമാറ്റിക് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എന്ന് പറയുന്ന വ്യവസ്ഥാപിത ബോധന രൂപകൽപ്പന എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക ക്ലാസ് റൂം ടെക്നിക്കുകളെ ഒരു പ്രത്യേക രീതിയിൽ സ്ട്രക്ചർ ചെയ്തെടുത്തിട്ടുള്ള ആളാണ് ഗാഗ്നെ. ആ രീതിയിൽ അദ്ദേഹം ഈ ഒരു ടീച്ചിങ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ട പ്രായോഗിക സൈദ്ധാന്തിക ചിന്തകൾ ഈ പറയുന്ന ബോധനത്തിന്റെ 9 ഘട്ടങ്ങളെ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ കൊണ്ടുവന്നയാൾ എന്ന അർത്ഥത്തിലാണ്. എങ്ങനെയാണ് പഠന സാഹചര്യങ്ങൾ ചിട്ടപ്പെടുത്തുക, അങ്ങനെ ചിട്ടപ്പെടുത്തിയ ഒരു പഠന സാഹചര്യത്തിനകത്ത് ഏതൊരാൾക്കും കാര്യങ്ങൾ പഠിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. അപ്പൊ ആ രീതിയിൽ അമേരിക്കൻ വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അപ്പൊ ആ രീതിയിൽ ഒരു അദ്ദേഹത്തിന്റെ ആ മോഡലിന് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ എന്നാണ്, വിവര അല്ലെങ്കിൽ ജ്ഞാന സംസ്കരണ മാതൃക എന്നാണ് ഗാഗ്നിയുടെ ഈ ഒരു ആശയത്തെ അതിന്റെ ഒരു ബേസായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്നത്. അതായത് ഇതിനെ സംസ്കരിച്ചെടുക്കുന്നതിന്റെ ഒരു മോഡലായിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പഠനം എന്ന് പറഞ്ഞാൽ വളരെ അനൗപചാരികമായിട്ടോ ഈ പറയുന്ന ഗസ്റ്റാൾട്ട് പോലെയൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു സംഗതിയായിട്ടല്ല, പ്രചോദിതമായ സംഗതിയില്ല. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുകയാണ്. ഒരു സിസ്റ്റമാറ്റിക് ഇൻസ്ട്രക്ഷണൽ ഡിസൈനാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഫലപ്രദമായി ഒരു ഈ പറയുന്ന പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി 9 ഘട്ടങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ക്ലാസ് റൂം നമ്മുടെ മിക്കവാറും നമ്മുടെ ലെസൺ പ്ലാനിങ്ങുകളെയൊക്കെ സ്വാധീനിക്കുന്ന പാഠാസൂത്രണങ്ങളെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഒന്ന് ഗെയിനിങ് ദ അറ്റൻഷൻ എന്ന് പറയുന്ന, നമ്മൾ തുടക്കത്തിൽ ഈ പറയുന്ന എന്താ പറയാ മുന്നറിവ് പരിശോധന പോലുള്ള ചില കാര്യങ്ങൾ ചോദിക്കുക, ചില കഥകൾ പറയുക, ഈ നമ്മൾ എടുക്കാൻ പോകുന്ന പാഠവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില എക്സ്പീരിയൻസുകൾ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യുക, ചില ചോദ്യങ്ങൾ ചോദിക്കുക, അങ്ങനെ പലതരത്തിലേക്ക് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുന്ന ഗെയിനിങ് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു സംഗതി. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതിനകത്ത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനൊക്കെ എന്താണ് കിട്ടാൻ പോകുന്നത് ഔട്ട്കം എന്ന് പറയാം. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുക എന്ന് പറയുന്നത്. കാരണം ഈ പഠിച്ചു കഴിഞ്ഞാൽ തനിക്ക് എന്താണ് കാര്യം ഉണ്ടാവുന്നത്, അതിന്റെ ആവശ്യം എന്താണ്, അതിന്റെ പ്രസക്തി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതിന്റെ സെക്കൻഡ് ആയിട്ടുള്ള ഇൻഫോമിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് പറയുക എന്നുള്ളത്. ഇപ്പോഴാണെങ്കിൽ ഇൻഫോമിംഗ് ഔട്ട്കംസ് എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം അല്ലെ. അതിന്റെ ഭാഗമായിട്ടാണ് മുന്നറിവിനെ എന്താ പറയാ ഉത്തേജിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്. മുന്നറിവ് പരിശോധനയൊക്കെ നമ്മൾ ലെസൺ പ്ലാനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. പ്രയർ നോളജിനെ, പ്രീവിയസ് നോളജിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങളുമായിട്ട് പുതിയ കാര്യങ്ങളെ കണക്ട് ചെയ്യുന്ന രീതിയിൽ
അല്ലെ. അതിനുശേഷമാണ് നാലാമത് നമ്മൾ ഈ പറയുന്ന പാഠഭാഗത്തെ നമ്മൾ പലതരത്തിൽ ചിട്ടയായിട്ട് അവതരിപ്പിക്കുന്നു. അതൊക്കെ ലെസൺ പ്ലാനിങ് എന്നൊക്കെ എഴുതിയ ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാം അല്ലെ. പിന്നെ അതിന് വേണ്ടി നമ്മൾ അതിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പലതരം ഗൈഡൻസുകൾ കൊടുക്കുകയും അല്ലെങ്കിൽ സൂചനകളും ഉദാഹരണങ്ങളും അല്ലെങ്കിൽ പലതരം എക്സ്പെരിമെന്റുകളും കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ആ പഠനത്തിൽ അവർ വഴികാട്ടിയായിക്കൊണ്ട് അതിനെ ഒന്ന് വൈവിധ്യപൂർണ്ണമാക്കാനുള്ള കാര്യങ്ങളാണ് അഞ്ചാമത് ചെയ്യുന്നത് അല്ലെ. അതിനുശേഷം ഈ പറയുന്ന കാര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ റിഫ്ലക്റ്റീവായിട്ട് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്താ പറയാ പലപ്പോഴും പരിശോധിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്നതിനൊക്കെ വേണ്ടി ചില കാര്യങ്ങൾ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയിക്കുക അല്ലെങ്കിൽ ചില പ്രവർത്തന ആക്ടിവിറ്റീസ് ചെയ്യുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന അവരെ കൊണ്ട് ഈ സാധനത്തെ തിരിച്ച് പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെ. ഏഴാമത്താണ് ഈ പറയുന്നത് പോലെ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അത്തരം ചില ഫീഡ്ബാക്കുകൾ അല്ലെങ്കിൽ ചില ബാഡ്ജുകൾ അല്ലെങ്കിൽ ചില സംഗതികളൊക്കെ കൊടുക്കുന്ന ചില സംഗതി പ്രതികരണങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവുന്നത് അല്ലെ. അതുപോലെ തന്നെ ചില എന്താ പറയാ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അസസ്മെന്റ് ടെക്നിക്കുകൾ, ഇവാലുവേഷൻ ടെക്നിക്കുകൾ നമ്മൾ പലതും ചെയ്യുന്നു. പലതരം പരീക്ഷകളോ മറ്റു സംഗതികളൊക്കെ മൂല്യനിർണ്ണയ ഉപാധികളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ചില ഡിബൈറ്റുകൾ അല്ലെങ്കിൽ ചില അസൈൻമെന്റുകൾ ചില പരീക്ഷകൾ എഴുതുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഫോളോ അപ്പ് ആക്ഷൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഗൃഹപാഠങ്ങളും ഒക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ തന്നെ നിരന്തരമായ പ്രയോഗങ്ങളിലേക്ക് എത്തിക്കുക, അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ചില അപ്ലിക്കേഷൻ ലെവലിൽ ചില കാര്യങ്ങൾ ചെയ്യുക, ഫോളോ അപ്പ് ആക്ഷൻസ് ചെയ്യുക, അങ്ങനെ 9 മറ്റേ ഘട്ടങ്ങളിലൂടെയാണ് ഈ പറയുന്ന ജ്ഞാനത്തെ ട്രാൻസാക്ട് ചെയ്യേണ്ടത് എന്നാണ് ജാഗിനെ പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് നിർത്താമെന്ന് തോന്നുന്നു. നമുക്ക് ബാക്കിയുള്ള ഒരു 3-4 പേര് കൂടിയുണ്ട്. അവരെ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹോസ്ബെല്ലിനെ പോലെയുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ 3 പേര് കൂടിയുണ്ട്. നമുക്ക് നാളെ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളും അത് പിന്നെ ടാക്സോണമി എന്ന് പറയുകയും ഈ മൊത്തം ഏരിയയിൽ വന്നിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പ്രധാനമായിട്ടും വരുന്ന ചില കാര്യങ്ങൾ ഒന്ന് പൊതുവായിട്ടുള്ള ഡിസ്കഷനിലോട് കൂടി നമുക്കത് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. റിനേസൻസിന്റെ ഒരു ക്ലാസ് നാളെ എല്ലാവരും ക്ലാസ് നമ്മൾ ഒഴിവാക്കിയിട്ട് ഒരു ദിവസം മാത്രമായിട്ട് ഫലം ചെയ്യാം. ഇതിന്റെ ഒരു മെറ്റീരിയൽ നമുക്ക് നാളെ ലഭിക്കും. അപ്പോൾ അതോടുകൂടി തന്നെ ആ ഒരു പറയുന്ന ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യും. ഓക്കെ.